ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ വളരെ വൈറലായിട്ടുള്ള കാക്കും വടിവേൽ എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട്. ആക്ച്വലി റീലിൽ കേട്ടതിന് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ പോയി കേട്ടത്. അടിപൊളി വൈബുള്ള ഒരു പാട്ടാണ് കേട്ടോ. ആ പാട്ട് കേട്ടതിന് ശേഷം എനിക്ക് തോന്നി ഒന്ന് പഴനിയിൽ പോയിട്ട് മുരുകനെ ഒന്ന് കാണണമെന്ന്. തമിഴ്നാട്ടിലുള്ള പഴനിയിൽ പോയിട്ട് മലകയറി മുരുകനെ കാണാൻ തൽക്കാലം പറ്റാത്തത് കൊണ്ട് നമ്മുടെ കേരള പഴനി എന്നറിയപ്പെടുന്ന തിരുവനന്തപുരത്തുള്ള ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് എരുത്താവൂര് ഒരു കുന്നിന്റെ പുറത്ത് ഒരു ബാലമുരുകന്റെ ക്ഷേത്രമുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി സ്റ്റെപ്പ് കയറി പഴനിമല പോകുന്ന അതേ എക്സ്പീരിയൻസ് തന്നെയാണ് അവിടെ പോകാനും. അപ്പോൾ അവിടേക്ക് പോകാനാണ് ഞാൻ ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അമ്പലത്തിൽ പോകാനായിട്ട് സാരി മസ്റ്റാണ്. അപ്പം ഞാനൊന്നും ആലോചിച്ചില്ല, നമ്മുടെ ശ്രീജയ സിൽക്സ് എന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കാഞ്ചി കോട്ടന്റെ നല്ലൊരു പ്രീമിയം സാരി കണ്ടാൽ നമുക്കൊരു സിൽക്ക് കോട്ടൺ അല്ലെങ്കിൽ പട്ടുസാരിയാണ് എന്നൊക്കെ തോന്നിക്കുന്ന സാരിയാണ്. പക്ഷെ നല്ല പ്രീമിയം കോട്ടന്റെ സാരിയാണ്. നമ്മുടെ എല്ലാ ക്ലൈമറ്റിനും ഉടുക്കാൻ വളരെ കംഫർട്ടബിൾ ആണ്. അങ്ങനെ മലയൊക്കെ കയറി 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 തിരുവനന്തപുരം നഗരം മൊത്തം കാണാവുന്ന തരത്തിൽ ഞാൻ ആ മലയുടെ മുകളിലുള്ള ബാലമുരുകന്റെ ക്ഷേത്രത്തിലെത്തി. ഈ കാക്കും വടിവേൽ എന്ന് പറയുന്ന ട്രെൻഡിങ് സോങ് ഉണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കണം. ഈ ഒരൊറ്റ പാട്ട് ലൂപ്പിൽ കേട്ടിട്ടാണ് ഞാൻ ഇന്ന് ഈ അമ്പലത്തിൽ ഇവിടെ എത്തിയത് കേട്ടോ. പിന്നെ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഒത്തിരി സ്റ്റെപ്പ് കയറി മലയ്ക്ക് മുകളിൽ നിൽക്കുന്ന അമ്പലങ്ങൾക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയും ഒരു ഹീലിംഗ് വൈബും ഒക്കെ കൂടുതലായിരിക്കും കേട്ടോ. 2026 ജനുവരി 23 മുതൽ ഫെബ്രുവരി 1 തീയതി വരെ അവിടുത്തെ തൈപ്പൂയ കാവടി മഹോത്സവമാണ്. ആ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാന ആഘോഷമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ എവിടെ ഉണ്ടെങ്കിലും അവിടെ എത്താനായിട്ട് മറക്കരുത്. മലയൊക്കെ കയറി ഇറങ്ങിയപ്പോഴേക്കും നല്ല വിശപ്പ് വന്നു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, സംതൃപ്തമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കരമന സംതൃപ്തിയിലേക്ക് വന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ആദ്യം തന്നെ ഒരു സ്ട്രോങ് ചായ, ലെസ് ഷുഗർ, അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ ചായ. പിന്നെ പൊറോട്ട നമ്മുടെ ഡയറ്റിന് ഹാനികരമാണെങ്കിലും നമുക്ക് കരമന സംതൃപ്തിയിൽ വരുമ്പോൾ ഇടയ്ക്ക് ഒരു പൊറോട്ട കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എന്തായാലും ഇന്നത്തെ ഡയറ്റ് പൊളിഞ്ഞ നിലയ്ക്ക് ഒരു ചെറിയ കഷ്ണം പുട്ടും കൂടെ കഴിക്കാം വിത്ത് വെജിറ്റബിൾ കുറുമ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ അപ്പോഴെങ്കിലും തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണ് ഇവിടെ ഭക്ഷണം കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് പറയണം കേട്ടോ. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് എള്ളുണ്ട. ഒരു എള്ളുണ്ടും കൂടെ എടുത്തു. പിന്നെ കടയുടെ ഓണർ സച്ചു ഇരിപ്പുണ്ട്. സച്ചുവിന്റെ അച്ഛനാണ് കട നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ സച്ചു ആണ് ഓൾ ഇൻ ഓൾ. പിന്നെ നമ്മുടെ ചായ ഉണ്ടാക്കി തരുന്ന മാമനോട് ബൈ പറഞ്ഞു. ഞാൻ ഇറങ്ങി.